രണ്ട് പെൺപിള്ളേരുള്ള ഒരു വീടാ, അതിൻ്റെ ഒരു ഗുണവും ഇല്ല. മൂട്ട് വെയിലടിക്കുന്നോടം വരെ കിടന്ന് ഉറങ്ങും. കുടുംബം മൊത്തം ഇങ്ങനെ ആയി പോയല്ലോ ദൈവമേ. തുടങ്ങിയ സ്ഥിരം ഡയലോഗ് ഒരു സമാധാനം തരത്തില്ല. ഞാൻ ആരെങ്കിലും കൂടെ ഇറങ്ങി അങ്ങ് പോകും. ഹലോ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് ഒന്ന് മനസ്സമാധാനത്തോട്ട് പല്ലിയൊക്കെ സമ്മതിക്കും. പിന്നെ ബാക്കിയുള്ളവർ വലിയ വെച്ചിട്ട് 2 ദിവസം എപ്പോഴാ എല്ലാരും പറഞ്ഞു ഗൈസ് ഞാൻ ഒരു കഴിവേറിയ കുട്ടിയാണെന്ന്. നീ ഒരു കഴിവേറിയാന്നാ അവര് പറഞ്ഞത്. നമ്മളെ കുറിച്ച് അമ്മയ്ക്ക് വലിയ വിലയൊന്നും ഇല്ല. അത് പണ്ടും ഇല്ലായിരുന്നല്ലോ. അമ്മയുടെ മുന്നിൽ കുറച്ച് വില കിട്ടാൻ എന്തോ ചെയ്യും? എല്ലാ പ്രായമില്ല, വല്ല പണിക്കാൻ പോയിക്കൂടായോ? പണിക്ക് പോകാതെ തന്നെ വില കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഇന്ന് രാവിലെ നീ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് കണ്ട്. ഹലോ, അച്ഛനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമാ. ഞാൻ മാത്രമല്ലേ ഉള്ളു അച്ഛനെ കൊണ്ടുപോകാൻ. വേറെ ഉള്ളവർക്ക് എല്ലാവർക്കും അവരവരുടെ തിരക്കും കാര്യങ്ങളൊക്കെയാ. ഞാനൊരു മോളില്ലായിരുന്നെങ്കിൽ അച്ഛൻ എന്തോ ചെയ്തേനെ. എന്തായാലും എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങള്. അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോകാനുള്ള ധൃതിയില്ല. അതിന് അമ്മ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടും ഇല്ല, വീട് വൃത്തിയാക്കിയിട്ടും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഫുഡെല്ലാം ഉണ്ടാക്കി വീട് വൃത്തിയാക്കി അമ്മയെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം. അപ്പ ഇന്ന് പട്ടിണി. തുടങ്ങാം. ആദ്യം നമുക്ക് പുട്ടുണ്ടാക്കി. ഓക്കെ, ഇതിലാരാ ഹോൾ ഇട്ടത്? അത് അങ്ങനെയല്ല, അതിനകത്ത് ചില്ലിട്ടിട്ട് വേണ്ട പൊടി ഇടാനേ. എന്ത് ഇത് ചില്ല്? ഇത് പോയേ ഞാൻ ചെയ്തോളാം. ഈ സമയത്ത് ലൈനൊക്കെ സെറ്റാക്കി കറങ്ങാൻ പോകട്ടെ ഞാനാ. ഇപ്പൊ ഈ കടന്ന് ജോലിയൊക്കെ ചെയ്യുന്ന. Focus on the career, no boys, because boyfriend is temporary. Success is pregnant. മറ്റേ മാളും ഇങ്ങോട്ട് വരുന്നതെന്നാ കേട്ടെ. നമുക്ക് പണി തരാൻ. അവൾക്ക് ജോലിയുള്ള എന്റെ അഹങ്കാരം. അവള് ഒരു നേഴ്സാ, ഞാൻ ഒരു വീട്ടക്കാരിയാ. എന്നിട്ടൊരു കാര്യമില്ലല്ലോ, ഇരുന്ന് പൊട്ടി കളിക്കില്ലേ? എന്തായാലും മീൻകറി പാടി. ഇനി നമുക്ക് ചമ്മന്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ മിക്സി എടുക്ക്. പറഞ്ഞില്ലല്ലോ, ഇത് അടിച്ചു പോയോ? അങ്ങോട്ട് മാറിയേക്ക്. ഞാൻ ഒരു പോളി സ്റ്റുഡന്റ്, ഇതൊക്കെ എനിക്ക് നിസ്സാരം. ആദ്യം ഇത് ഫുൾ അഴിക്കണം. ഓളത്തിന്റെ ഓരോ സ്പന്ദനവും മിക്സിയിലാണോ? അല്ല, വൈദ്യുതിയില. കണക്കിലല്ലേ? അതൊക്കെ പണ്ട്. ശരിയാ, ഇനി ഓണാക്ക്. ഇപ്പൊ അമ്മ നല്ലപോലെ ഇംപ്രസ് ആവും. നമുക്ക് അമ്മയോട് പാകിസ്ഥാനിൽ വിസയിൽ വിടാന്ന് പറഞ്ഞാലോ?